ഹലോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റാണ്, നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നത് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു ഗ്ലാസ്സിൽ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം, ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവട്ടെ. അടുത്തതായി ഞാനൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്ന ഒരു നുള്ളു ഉപ്പാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ പാലും ഈസ്റ്റും ഒക്കെ ഇട്ട് മിക്സില്ലേ, അത് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസിലാണ് നമുക്കിതൊന്ന് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബട്ടറാണ് ചേർക്കുന്നത്, ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായി കിട്ടണം. ഞാനിവിടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കാനാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2-3 മണിക്കൂർ വെക്കാം. അപ്പോഴേക്ക് ഈ പൊടി നന്നായി ഒന്ന് പൊങ്ങി വരും. ഞാനിപ്പോൾ 2 മണിക്കൂർ ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഇത് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അടുത്തതായി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കാം. ഇനി നമ്മുടെ മാവ് അതിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് 2 ഭാഗമാക്കാം. നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഭാഗം എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായി തിന്നായി പോകരുത്. നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. നമുക്കൊന്ന് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 തവണ പരത്തിയാൽ മാത്രം മതിയാവും. ഇതാ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടണം. അതിനുശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാധാ ചായ ഗ്ലാസ് വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ഡോണറ്റ്സ് കട്ടറോ യൂസ് ചെയ്താൽ. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നോസിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും അടപ്പോ യൂസ് ചെയ്യാം. ഇത് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാത്രത്തിൽ ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ വേവാതെ കിടക്കും. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുക്കായി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ഓയിൽ നിന്ന് കോരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിൽ നിന്ന് കോരാം. നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ കുറച്ചിപ്പോൾ ഹാർഡായിട്ട് തോന്നും. നമുക്കിതൊന്ന് തണിഞ്ഞ് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു അളവിൽ നമുക്കൊരു 15 ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഡോണറ്റ്സിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ
ഞാനൊരു പകുതി എടുത്തിട്ട് അതിലേക്ക് ബ്ലാക്കിലും വൈറ്റിലും ആക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ ഒരു നുള്ളു കളർ ആഡ് ചെയ്തതിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.